നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമ്മുടെ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് ഒരു വലിയ വഴിത്തിരിവിലാണ്. ഏറ്റവും ഒടുവിൽ ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ പുറത്തു വരുന്നു. മാളികപ്പുറത്തമ്മയുടെ മുന്നിൽ സമർപ്പിച്ച 10 പവന്റെ സ്വർണമാല മഹസറിൽ രേഖപ്പെടുത്തിയിരുന്നില്ല. ഇപ്പോൾ പൊടുന്നനെ ആകാശത്തുനിന്ന് പൊട്ടി വീണതുപോലെ ആ 10 പവന്റെ മാലയുടെ രേഖകൾ മഹസറിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഇതിൻ്റെ പിന്നാമ്പുറ കളികൾ വളരെ വിചിത്രമാണ്. അതിന് ഇടയ്ക്ക് മറ്റൊരു വഴിത്തിരിവ് കൂടി ഉണ്ടായിരിക്കുന്നു. SIT പിടിമുറുക്കിയിരിക്കുന്നു അന്വേഷണത്തിൽ. പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന കാലത്ത് അവിടെ ദേവസ്വം അംഗങ്ങളായിരുന്ന ആൾക്കാർ 2 പേരുണ്ട്, ശങ്കർദാസും വിജയകുമാറും. 2 പേരെയും SIT ഉടൻ തന്നെ കസ്റ്റഡിയിലെടുക്കും എന്ന സൂചനയാണ് ലഭിക്കുന്നത്. 2 പേരെയും വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്തുകൊണ്ട് ഈ 2 പേരെയും നിങ്ങൾ ഒഴിവാക്കി എന്ന ചോദ്യമാണ് ഹൈക്കോടതി SITയോട് ഉന്നയിച്ചത്. SITക്ക് മറുപടി ഒന്നുമില്ലായിരുന്നു. കാരണം അന്ന് കേവലം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാത്രം വിചാരിച്ചാൽ ഒരു തീരുമാനമെടുക്കാൻ പറ്റില്ല. പിന്നെ എങ്ങനെയാണ് ഈ സ്വർണ്ണപ്പാളികൾ ഇവിടുന്ന് അറ്റകുറ്റപ്പണിയുടെ പേരിൽ ഇളക്കിയെടുത്ത് കൊണ്ടുപോയി സ്മാർട്ട് ക്രിയേഷൻസിൽ 39 ദിവസത്തിന് ശേഷം എത്തിച്ചത്? ഇത് ഈ 39 ദിവസം ഇത് എവിടെയൊക്കെ സഞ്ചരിച്ചു എന്നൊക്കെയുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടണമെങ്കിൽ കൃത്യമായിട്ടും ഈ 3 പേരും അതിന് സമാധാനം പറയേണ്ടതാണ്. കേവലം പ്രസിഡന്റിനെ മാത്രം അറിയിച്ചാൽ പോരാ. പ്രസിഡന്റിന് മാത്രമായിട്ട് തീരുമാനമെടുക്കാൻ പറ്റില്ല. ഈ പ്രസിഡന്റിനോടൊപ്പം 2 ഭരണസമിതി അംഗങ്ങളും കൂടി ചേർന്നാൽ മാത്രമേ ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രസിഡന്റിനോടൊപ്പം ഈ 2 പേരും കസ്റ്റഡിയിൽ എടുക്കപ്പെടേണ്ടവരായിരുന്നു. എന്നാൽ അവരെ സമർത്ഥമായി ഒഴിവാക്കുകയായിരുന്നു SIT. ഇത് ആരുടെ സമ്മർദ്ദം കൊണ്ടാണ് എന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഈ പുറത്തു വന്ന വിവരങ്ങൾ ശരിയാണെങ്കിൽ ഈ 2 പേർക്കും പറയാൻ ഏറെയുണ്ട്. ഈ മഹസറിൽ, അവിടുത്തെ മിനിറ്റ്സിൽ അധികമായി എഴുതി ചേർത്ത ചെമ്പ് പാളികൾ എന്ന് അധികമായി എഴുതി ചേർത്തത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആണ് എന്ന സൂചനകൾ പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അത് പ്രസിഡന്റ് മാത്രമായിട്ട് എഴുതി ചേർത്തതാണോ? ഈ 2 ഭരണസമിതി അംഗങ്ങൾക്ക് അതിൽ പങ്കില്ലേ? തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടതുണ്ട്. ഇതിന് ഉത്തരം പറയേണ്ടത് അന്ന് ദേവസ്വം സെക്രട്ടറി ആയിരുന്ന ജയശ്രീയാണ്. അവരെയും ചോദ്യം ചെയ്യാൻ വളരെയധികം സാധ്യതകളുണ്ട്. ഒരു പക്ഷേ കസ്റ്റഡിയിൽ എടുത്തേക്കും എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ ഈ മാല മഹസറിൽ പ്രത്യക്ഷപ്പെട്ടത് വളരെ വിചിത്രമാണ്. അതിന്റെ വിശദാംശങ്ങൾ കൂടി ഞാൻ പറയാം. അതായത് ഈ ബെല്ലാരിയിലെ ജുവലറി ഉടമ ഗോവർദ്ധന്റെ കൈവശം ഇവർ സ്വർണം വിൽക്കുന്നു. അത് വാങ്ങിയ ഗോവർദ്ധന് ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോഴാണ് ഇത് ശബരിമലയിലെ സ്വർണമാണ് എന്ന അറിവ് ലഭിക്കുന്നത്. ഗോവർദ്ധൻ വളരെയധികം അസ്വസ്ഥനായി, വലിയ സങ്കടവും വിഷമവും ഉണ്ടായി. അയ്യപ്പ കോപം തൻ്റെയും കുടുംബത്തിൻ്റെയും മേൽ പതിക്കുമോ എന്ന് അദ്ദേഹം ഭയന്നു. തുടർന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും സമീപിച്ച് താൻ പ്രായശ്ചിത്തം ചെയ്യാം, തന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ 10 ലക്ഷം രൂപ അന്നദാന ഫണ്ടിലേക്ക് ഗോവർദ്ധൻ സംഭാവനയായി നൽകി. പോരാത്തതിന് കുറച്ചു നാളുകൾ കഴിഞ്ഞപ്പോൾ ഒരു 10 പവന്റെ സ്വർണമാല അവിടെ മാളികപ്പുറത്തമ്മയുടെ മുന്നിൽ സമർപ്പിച്ചു. സാധാരണ ഇത്തരം വിലപിടിപ്പുള്ള സാധനങ്ങൾ ശബരിമലയിലാകട്ടെ, ഏത് ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിലുമാകട്ടെ, അവിടെ അത് സമർപ്പിക്കുമ്പോൾ ദേവസ്വത്തിന്റെ ഉന്നത അധികാരികൾ, അതായത് ശ്രീകാര്യക്കാരൻ മുതൽ അങ്ങോട്ട് ഉന്നത ഉദ്യോഗസ്ഥർ, എക്സിക്യൂട്ടീവ് ഓഫീസർ അടക്കമുള്ളവർ അവിടെ വരേണ്ടതാണ്. അങ്ങനെ എക്സിക്യൂട്ടീവ് ഓഫീസർ അടക്കമുള്ളവരെ വരുത്തി അവരുടെ സാന്നിധ്യത്തിൽ ഇത് അവിടെ കാണിക്കയായി സമർപ്പിച്ച് രസീത് എഴുതി മഹസറിൽ ഉൾപ്പെടുത്തി വേണം മടങ്ങാൻ. അതിന്റെ രസീത് ഈ കാണിക്ക സമർപ്പിക്കുന്ന ആളിന് കൈമാറേണ്ടതാണ് എക്സിക്യൂട്ടീവ് ഓഫീസർ. എന്നാൽ ഇതൊന്നും ചെയ്യാതെ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ ഇദ്ദേഹത്തെ വിളിച്ചുകൊണ്ടുവരികയും നേരിട്ട് ഈ മാല
അവിടെ സ്വർണ്ണമാല 10 പവന്റെ അവിടെ സമർപ്പിക്കുകയും ചെയ്തു. ഇതിന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എങ്ങനെ ധൈര്യം വന്നു? ഈ ദേവസ്വം അധികാരികളുടെ സമ്മതമില്ലാതെ ആരുടെ കുടക്കീഴിൽ നിന്നുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത് സമർപ്പിച്ചത്? ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇതൊക്കെ ചെയ്യാൻ കുട പിടിച്ചു കൊടുത്തത് പത്മകുമാർ, ദേവസ്വം പ്രസിഡന്റ് പത്മകുമാർ പറഞ്ഞതുപോലെ ദൈവതുല്യരായ ആരെങ്കിലും ആണോ എന്ന ചോദ്യവും ഇവിടെ ഉയരുന്നുണ്ട്. എന്തായാലും ഇതിനൊക്കെ SITക്ക് മറുപടി കണ്ടെത്തിയേ മതിയാവുള്ളൂ. ഇത് വിവാദമായി 2021 മറ്റോ ആണ് ഈ മാല സമർപ്പിക്കുന്നത്. അന്ന് തൊട്ട് ഇന്നു വരെ ഇത് മഹസറിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. ഇപ്പോൾ നമ്മുടെ ദൃശ്യമാധ്യമങ്ങൾ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നു. ഇത് ഈ അടുത്ത കാലത്ത്, അതായത് ഈ വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം മഹസറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. വളരെ കൃത്യമാണ് കാര്യങ്ങൾ. ആർക്കൊക്കെയോ എന്തൊക്കെയോ ഒളിക്കാനുണ്ട്, ആരൊക്കെയോ രക്ഷപ്പെടുത്താനുണ്ട് എന്ന് വ്യക്തമാണ്. എന്തായാലും ഈ 2 ഭരണസമിതി അംഗങ്ങൾ കസ്റ്റഡിയിലാവുന്നതോടുകൂടി കുരുക്ക് വീണ്ടും മുറുകും. അന്ന് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനിലേക്ക് അന്വേഷണം നീളും. സർക്കാർ വലിയ സമ്മർദ്ദത്തിലേക്ക് പോവുകയാണ് എന്ന് വ്യക്തമാണ്. ഒരു തരത്തിലും ഈ കേസിൽ നിന്ന് ഇനി രക്ഷപ്പെടാൻ സാധിക്കില്ല. കാരണം ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് വളരെ കൃത്യമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. അതൊരു വശത്ത്. മറുവശത്ത് ED അന്വേഷണം ഏറ്റെടുത്തിരിക്കുന്നു. ഇതിനകത്ത് കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ട് എന്നാണ് ED പറയുന്നത്. അതിന് ഉത്തരം പറയേണ്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ ജുവലറി ഉടമ ഗോവർദ്ധനും സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഉടമ പങ്കജ് ഭണ്ഡാരിയും പിന്നെ ദൈവതുല്യരായ ചിലരും അന്ന് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനും ദേവസ്വം പ്രസിഡന്റായിരുന്ന പത്മകുമാറും അതുപോലെ ഭരണസമിതി അംഗങ്ങളായ ശങ്കർദാസും വിജയകുമാറും ഒക്കെയാണ് ഇതിന് മറുപടി പറയേണ്ടത്. അവരറിയാതെ ഇതൊന്നും നടക്കില്ല. ED അന്വേഷണം കൂടി വരുന്നതോടുകൂടി ഇത് കുരുക്ക് കൂടുതൽ മുറുകും എന്ന് വ്യക്തമായി. ഒരു പക്ഷേ കോടതി അന്വേഷണം CBIക്ക് കൈമാറാൻ സാധ്യതയുണ്ട്. കാരണം സംസ്ഥാനാന്തര ബന്ധങ്ങൾ ഇതിലുണ്ട്. കേരളത്തിന് പുറത്ത് ബംഗളൂരുവിലും ഹൈദരാബാദിലും ആന്ധ്രയിലും തമിഴ്നാട്ടിലെ ചെന്നൈയിലും ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന കണ്ണികൾ ഇതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടും അന്വേഷണം കേരളത്തിന് പുറത്തേക്ക് വ്യാപിപ്പിച്ചേ മതിയാവുള്ളൂ. SITക്ക് ചില പരിമിതികളുണ്ട് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് കോടതി ഒരു പക്ഷേ കേസ് അന്വേഷണം SITയിൽ നിന്ന് മാറ്റി CBIയെ ഏൽപ്പിച്ചാൽ എന്ത് ചെയ്യും? പിന്നെ പിണറായി സർക്കാരിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ജനങ്ങളുടെ മുന്നിൽ നാണം കെടുമെന്ന് തീർച്ചയാണ്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് SIT ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ 2 പേരെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് ഒരു പക്ഷേ അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡ് അപേക്ഷയുമായിട്ട് മജിസ്ട്രേറ്റിന്റെ മുന്നിൽ എത്താനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അതുമാത്രമല്ല, SITക്ക് അന്വേഷണം പൂർത്തിയാക്കാൻ 1 മാസത്തെ സമയം അധികം അനുവദിച്ചിരുന്നു. അതിൽ ഏതാണ്ട് 2.5 ആഴ്ച പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി കേവലം 1.5 ആഴ്ച മാത്രമേ ഉള്ളൂ. കൃത്യമായി കോടതിക്ക് മുന്നിൽ മറുപടി പറയേണ്ടതുണ്ട് ഈ 1.5 ആഴ്ചക്ക് ശേഷം. അതും SITക്ക് കൂടുതൽ കുരുക്കായി മാറും. മറുപടി പറഞ്ഞില്ലെങ്കിൽ SITയുടെ നിലനിൽപ്പിനെ തന്നെ അത് ബാധിക്കും. കോടതി അന്വേഷണം SITയിൽ നിന്ന് ഏറ്റെടുത്ത് അത് CBI പോലൊരു ഏജൻസിയെ ഏൽപ്പിക്കാനുള്ള സാധ്യത അതോടെ വർദ്ധിക്കും. ഈ അപകടങ്ങളെല്ലാം മുൻകൂട്ടി കണ്ടാണ് സർക്കാർ SITയുടെ മേൽ ചെലുത്തിയിരുന്ന സമ്മർദ്ദത്തിനൊരു അയവ് വരുത്തുന്നത്. അതിൻ പ്രകാരം ഈ ശങ്കർദാസും വിജയകുമാറും കസ്റ്റഡിയിലാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ശങ്കർദാസിനെ 1 വട്ടം ചോദ്യം ചെയ്ത് വിട്ടയച്ചതാണ്. ഒരുപാട് പൊരുത്തക്കേടുകൾ ശങ്കർദാസിന്റെ മൊഴിയിലുണ്ട് എന്ന് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതനുസരിച്ച് SIT ഈ നീക്കവുമായിട്ട് മുന്നോട്ട് പോയാൽ അത് സർക്കാരിന് വലിയ നാണക്കേടാകുമെന്ന് തീർച്ചയാണ്.